തർക്കം നടൻ ബിജു മേനോനെതിരെ ബി ഉണ്ണികൃഷ്ണൻ രംഗത്ത്. കരാർ പ്രകാരം സിനിമയുടെ പ്രൊമോഷനിൽ പങ്കെടുത്തില്ലെന്നാണ് ആരോപണം. നിർമ്മാതാവിന് ഇതുമൂലം നഷ്ടമായത് 25 ലക്ഷം രൂപയാണ്. ബിജു മേനോന്റെ പേര് പറയാൻ മടിയും പേടിയുമില്ല എന്നും ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു. മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടൻ പ്രൊമോഷന് ചെല്ലാത്തത് കൊണ്ട് ഒരു നിർമ്മാതാവിന്, അദ്ദേഹം ഒരു സംവിധായകൻ കൂടിയാണ്, ഞങ്ങളുടെ മെമ്പറാണ്, 25 ലക്ഷം രൂപയാണ് ചാനലിൽ നിന്നും കിട്ടാനുള്ള തുകയിൽ കുറഞ്ഞത്. 25 ലക്ഷം രൂപ ചെറിയ തുകയാണോ അത്? അതേ നടൻ ഇപ്പോ ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയിൽ അദ്ദേഹം പ്രൊമോഷന് പോയിട്ടില്ലല്ലോ. ഞാൻ ബിജു മേനോനെ കുറിച്ച് സംസാരിക്കുന്നത്, എനിക്ക് പേര് പറയാനൊന്നും ഒരു മണിയുള്ള ആളല്ല. അദ്ദേഹം പോയിട്ടില്ലല്ലോ. ഇതെന്താ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ കരാറിലുള്ള കാര്യമല്ലേ പ്രൊമോഷൻ എന്നുള്ളത്? അതേസമയം മലയാള സിനിമയിൽ നിലനിന്നിരുന്ന കോൾ ഷീറ്റ് മാറ്റി പുതിയ വ്യവസ്ഥ നിലവിൽ വന്നു. ജോലി സമയം 16 മണിക്കൂർ എന്നത് 12 മണിക്കൂറായി കുറച്ചു. 3 മാസം നീണ്ട ചർച്ചകൾക്കും പഠനങ്ങൾക്കും ശേഷമാണ് പുതിയ കരാർ. ഞാൻ കേട്ടിടത്തോളം ബിജു മേനോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു ഊളത്തരം കാണിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല. വളരെ നല്ല മനുഷ്യനാണ്. പക്ഷെ അയാളോട് തിരിച്ചെന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാകും. അല്ലാതെ ഒന്നും അയാൾ പ്രൊമോഷൻ ഒന്നും വരാതിരിക്കത്തില്ല. പിന്നെ വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമ, അതിന് പ്രൊമോഷൻ ചെയ്തിട്ടും വലിയ ഗുണമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മനുഷ്യന്മാരുടെ 150 രൂപക്ക് ഒലിയും വിലയും കൽപ്പിക്കാത്ത സിനിമാക്കാർ എന്തിനിങ്ങനെയുള്ള ഊളക്കഥകൾ എടുത്ത് വിടുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളെന്താ വെറുതെ പോയിട്ട് കാണുന്നതാണോ ഇതൊക്കെ? പൈസ കൊടുത്ത് കാണുന്നതാണ്. പിന്നെ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ മറ്റൊരു കാര്യം, അതായത് ബി ഉണ്ണികൃഷ്ണനോട് എനിക്ക് ചോദിക്കാനുള്ളത്, സിനിമാക്കാരുടെ കമ്മീഷൻ, അതായത് ശമ്പളം എന്നൊക്കെ പറഞ്ഞിട്ട് 10-20 ലക്ഷമൊക്കെ വാങ്ങിക്കുന്ന ചില പ്രൊഡക്ഷൻ കൺട്രോളർമാരുണ്ട്. പല സമ്മാനങ്ങളും വാങ്ങിക്കുന്നുണ്ട് ഇവരൊക്കെ. അതായത് ഒരു നടന് കിട്ടുന്നതിലും കൂടുതലാണ് ഇവർക്കൊക്കെ കിട്ടുന്നത് എന്നാണ് കേൾക്കുന്നത്. അത് ശരിയാണോ എന്നൊന്ന് പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നടന്മാർ വാങ്ങിക്കുന്ന തുകയുടെ 10 ലക്ഷം ഒരു നടൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൽ 2.5 പോകുന്നത് കമ്മീഷൻ ഇനത്തിലാണെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ വാങ്ങിച്ച് തിന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ പറ്റിയിട്ടൊന്നും പറയാനില്ല. ഇതിപ്പോഴെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ബിജു മേനോനോട് ചെറിയൊരു ചൊറിച്ചിൽ തോന്നാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അത് ഇന്നോ ഇന്നലെയോ ഒന്നല്ല, ബിജു മേനോട് അത്യാവശ്യം നല്ല ചൊറിച്ചിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങേര് ചിലപ്പോൾ ചോദിച്ചപ്പോൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവില്ല. കാരണം അയാൾക്ക് നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. 25 ലക്ഷം രൂപ ബിജു മേനോൻ കാരണം നഷ്ടം വന്നു എന്ന് പറയുന്ന പടത്തിന്റെ പേരൊന്ന് പറയാവോ? ഏത് ചാനലാണ് അത് 25 ലക്ഷം രൂപക്ക് എടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ബിജു മേനോൻ അഭിനയിച്ച ഈ അടുത്തായിട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വലതുവശത്തെ കള്ളനാണ്. അതിനു മുന്നേയും ബിജു മേനോൻ അഭിനയിച്ച 1-2 പടങ്ങൾ എന്ന് പറഞ്ഞാൽ ചളിപ്പടങ്ങൾ തന്നെയാണ്. ഉള്ള കാര്യം എന്താ പറയുന്നത്, ബിജു മേനോൻ ഉള്ളത് കൊണ്ട് മാത്രം ചെറിയ ആൾക്കാർ പിന്നെ സിനിമ കാണാൻ പോകാറുണ്ട്. അതുപോലെ തന്നെ ബിജു മേനോൻ ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും വലതുവശത്തെ കള്ളൻ തന്നെ പകുതി ആൾക്കാരും പോയി കണ്ടത്. അതുപോലെ ജോജുവും. പക്ഷേ പടത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി ഇല്ല. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് എന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. അമ്മാതിരി ഒരു പടാന്ന്. ജിത്തു ജോസഫിൻ്റെ കാലം കഴിഞ്ഞുപോയി. ഒരു പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജിത്തു ജോസഫ് ആയി കഴിഞ്ഞാലും ഉണ്ണികൃഷ്ണൻ ചേട്ടനായി കഴിഞ്ഞാലും ഒരേ അച്ചുതണ്ടിൽ കറങ്ങുന്ന ഒരു വ്യക്തികൾ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, മാടമ്പി എന്ന് പറയുന്ന ഒരു സിനിമയല്ലാതെ വേറൊരു ഹിറ്റ് പോലും കൃത്യമായിട്ട് ഉണ്ണികൃഷ്ണൻ സാറിന്റെ പക്കലില്ല. പിന്നെ ബാലൻ വക്കീൽ സമസ്തം എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാക്കിയിരുന്നു. ആ സിനിമ എന്താ വെച്ചാൽ കുറച്ച് ഓടിയിരുന്നു ദിലീപിന്റെ ഇതായതുകൊണ്ട് മാത്രം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ജിത്തു ജോസഫിൻ്റെ ആയിക്കഴിഞ്ഞാലും ദൃശ്യം എന്ന് പറയുന്ന സിനിമയല്ലാതെ വേറെ ഒന്നും കാര്യമായിട്ട് വച്ച പിടിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കുമ്പോഴേ മനുഷ്യന്മാരുടെ പൈസക്ക് ഒരു മൂല്യം കാണാത്ത വ്യക്തികളാണ്. എന്നിട്ടാണ് ഇവരൊക്കെ ബിജു മേനോനെയും പറഞ്ഞു വരുന്നത്. ബിജു മേനോനെ നല്ല രീതിയിൽ അങ്ങ് ഊക്കി വിട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അയാൾക്കെതിരെ വേണമെങ്കിൽ ഒരു ഉപരോധത്തിൽ ഏർപ്പെടുത്താം. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് അതല്ലേ കഴിയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും കഴിയില്ലല്ലോ. ഇവരെല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമാ താരങ്ങൾ പൈസ കൂടുതൽ മേടിക്കുന്നു, സിനിമാ താരങ്ങൾ പൈസ കൂടുതൽ മേടിക്കുന്നു എന്ന് പറയുന്ന പാട്ടാണ്. ഇതിപ്പോൾ നമ്മളെ കരീഷ് കണാറിൻ്റെ അതുപോലെ ബാദിഷൻ്റെയും കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ 20 ലക്ഷം രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ശമ്പള ഇനത്തിലൊക്കെ പോകും. ഇതിൻ്റെ ഡേറ്റ് നോക്കുന്നവർ മുതൽ അങ്ങോട്ടുള്ളവർക്കെല്ലാം ശമ്പളം കൊടുക്കണം. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് തുക പോവും. അതുകൊണ്ടല്ലേ ഈ നിർമ്മാതാക്കളോട് പറയുന്നത് ഈ അഭിനേതാക്കൾക്ക് കുറച്ചും കൂടി പൈസ കൊടുക്കണം കൂട്ടിയിട്ട് എന്ന്. പക്ഷെ ഇവരൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. സിനിമാ മേഖലയിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ കഥയില്ലായ്മ തന്നെയാണ്. ഏതവനും വന്നിട്ട് എന്തെങ്കിലും ഒരു ഊള കഥ എടുത്തിട്ട് അത് പ്രൊമോഷൻ ചെയ്തിട്ട് നേരെ നൊന്ന തിയേറ്ററിലേക്ക് വിടും. 2 ദിവസം പോലും ഉണ്ടാവില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കി. ഇപ്പം ശുക്രൻ എന്ന് പറയുന്ന ഒരു സിനിമ കളിക്കുന്നുണ്ട്. ആ ശുക്രൻ എന്ന് പറയുന്ന സിനിമ ഒരു വസ്തുവിന് കൊള്ളത്തില്ലാന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഇവർ ഭയങ്കരമാണ്. വിനീത തിയേറ്ററിൽ വന്നിട്ട് കുറേ ആൾക്കാർ ചേർന്നിട്ട് തള്ളലാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ അങ്ങ് തള്ളി വിടുകയാണ്. ഭയങ്കര സംഭവമാണ്. പ്രകമ്പനം കൊള്ളാം കേട്ടോ. പ്രകമ്പനം എന്ന് പറയുന്ന ഒരു സിനിമ നല്ലൊരു സിനിമയാണ്, നല്ലൊരു ആശയമാണ്, അടിപൊളി സിനിമയാണ്. വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല. പക്ഷേ
പിന്നെ വേറൊരു കാര്യമുണ്ട്, പ്രകമ്പനം എന്ന് പറയുന്ന സിനിമ നമ്മൾ കാണാൻ പോയതിൻ്റെ ഉദ്ദേശം നവാസ് കലാഭവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അവസാനത്തെ പടം ആയതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ നമ്മളൊന്ന് കേട്ടിട്ട് മാത്രമേ പോകത്തുള്ളൂ. സിനിമയെ പറ്റിയിട്ടൊന്ന് കേൾക്കണം എന്ന് കഴിഞ്ഞാൽ മാത്രമേ പോകാറുള്ളൂ. വലതുവശക്കത്തെ കള്ളം പോയത് തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 2 സ്റ്റാറുകൾ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനും പോകത്തില്ല. ബിജു മേനോൻ്റെ പടം നമ്മൾ ബിജു മേനോൻ്റെ ആയാലും അതുപോലെ തന്നെ നമ്മുടെ ജോജുവിൻ്റെ ആയാലും നമ്മൾ സിനിമ കാണുന്നതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് പോയത്. പക്ഷേ ആ പടം വിജയ് വേണ്ടത്ര ഒരു ശ്രദ്ധിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കഥയില്ലടേ. ഒരു കഥയോ ഒരു സസ്പെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ജിത്തു ജോസഫ് പലപ്പോഴും എന്ന് പറഞ്ഞാൽ ചെയ്യുന്നൊരു കാര്യം തന്നെ ഇതാണ്. എന്തെങ്കിലും കൊണ്ടുവരാൻ ശ്രമിച്ച് അവസാനം എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുന്ന ഒരു സംവിധായകനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തൊക്കെയോ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കും. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ അത് കാണാൻ അങ്ങനെ ഒരു ഇതായിട്ടൊന്നും വരണ്ട കേട്ടോ എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പടം വരുന്നില്ല കാണാൻ, അങ്ങനെ ചെയ്താൽ പോരെ. ഏതായാലും ജിത്തുവിന് തന്നെ മനസ്സിലായി ദൃശ്യം 3ന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ഇനിയിപ്പോൾ പ്രേക്ഷകർക്ക് ഒരുപാട് വലിയൊരു മോഹമൊന്നും കൊടുത്തിട്ട് കാര്യമില്ല എന്ന് അയാൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്? നമ്മുടെ പൈസ കൊണ്ടുപോയി കളയാനാണോ? എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിജു മേനോൻ എന്ന് പറയുന്ന നടൻ നല്ലൊരു നടനാണ്. അയാൾ സാമാന്യം നല്ല രീതിയിൽ മര്യാദയ്ക്ക് എല്ലാവരോടും പെരുമാറുന്നതാണ്. സിനിമയോട് നല്ല കൂറുള്ള ഒരു വ്യക്തിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഉണ്ണികൃഷ്ണന് മാത്രം എന്തുകൊണ്ടാണ് ഇത്ര ദേഷ്യം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഉണ്ണികൃഷ്ണൻ ആരോ വന്ന് പറഞ്ഞ് കംപ്ലൈന്റ് പറഞ്ഞു. ആ നിമിഷം തന്നെ ആ കംപ്ലൈന്റ് ആശാൻ എടുത്ത് തട്ടുകയും ചെയ്തു. എന്നാൽ പിന്നെ ഒരു കോള് വിളിച്ച് ബിജു മേനോണ്ട് ചോദിച്ചാൽ പോരെ, ബിജു എന്താണ് പ്രശ്നം, നീ എന്താ പോകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിജു മേനോൻ പറയില്ലേ, ചേട്ടാ അന്ന് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു, അതുമാത്രമല്ല അവർ ആ ഡേറ്റിന് വെച്ചിട്ടുണ്ടാവില്ല. ഇതൊക്കെ ബിജു മേനോനും പറയാനുണ്ടാകും. അല്ലാതെ അയാളെ മൊത്തത്തിൽ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണനെ പോലെയുള്ള ഒരാള് ഒരിക്കലും ശ്രമിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കോളിന്റെ അപ്പം അങ്ങേ തലക്കിൽ അയാൾ ഉണ്ടാകും. നേരെ മറിച്ച് ഉണ്ണികൃഷ്ണൻ മോഹൻലാലിനെയോ മമ്മൂട്ടിയോ അവരൊന്നും വിമർശിക്കത്തില്ലല്ലോ, അവരൊന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ലേ, അത് വേറെ പ്രശ്നം. പക്ഷെ കൃത്യമായിട്ടുള്ളൊരു കാരണം ബിജു മേനോന്റെ കയ്യിൽ ഉണ്ടാകും. അയാളത് പറയട്ടെ. ഇപ്പൊ അയാൾ നിങ്ങൾ പറയുന്ന പോലെ വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്നത് സിനിമ, അതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമോഷൻ വന്നില്ലായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, പ്രമോഷന് വന്നിട്ടില്ലെങ്കിലും സിനിമ വിജയിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നല്ല സിനിമയാണെങ്കിൽ ആളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് സിനിമ വിജയിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടതല്ലേ മറ്റേ എക്കോ എന്ന് പറയുന്ന ഒരു സിനിമ, അതിന് എന്ത് പ്രമോഷനാണ് ഉള്ളത്? അതിൻ്റെ അകത്ത് ആരാ ഉള്ളത്? പ്രധാനപ്പെട്ട ഒരു നടന്മാർ ആരാണ്? എന്നിട്ടും അത് വിജയിച്ചത് എങ്ങനെയാണ്? ആ സിനിമ ഇറങ്ങിയപ്പോൾ മുതലേ അതിനെ പറ്റിയിട്ട് വരുന്ന പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ അത് ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ബിജു മേനോൻ പ്രമോഷന് വരുന്നില്ല, ബിജു മേനോൻ എവിടെയാണ് പോയത് എന്നറിയില്ല, അതിന്റെ പുറകിൽ പോയി നടന്നിട്ട് വെറുതെയെങ്കിലും മനുഷ്യന്മാരുടെ ക്ഷമ പരീക്ഷിക്കരുത് എന്നാണ് എനിക്ക് ഉണ്ണിച്ചേട്ടനോട് പറയാനുള്ളത്. അപ്പൊ എന്തെങ്കിലും ഒരു വിഷമോ അസൂയോ കുശുമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബിജു മേനോനുമായിട്ട് സംസാരിച്ച് തീർക്കുക. അല്ലാതെ ബിജു മേനോൻ പ്രമോഷൻ വന്നില്ലേ 25 ലക്ഷം നഷ്ടം, എന്താ പറയുന്നത്? എന്തൊക്കെ പറയുന്നതിന് എന്തൊക്കെ ഒരു ലോജിക്കും ഉണ്ട്? ആരാ ഈ പടം എടുക്കുന്നത്? 25 ലക്ഷം റുപ്യക്ക് പ്രമോഷന് വഴി TV ചാനലുകാർ കുറച്ച് കൊടുത്തു എന്ന് പറഞ്ഞ് ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ജനങ്ങളെ കണ്ണിൽ പൊടിയിടുകയാണോ ചെയ്യുന്നത്? ആ 25 ലക്ഷം രൂപയുണ്ടെങ്കിൽ 10 ഷോ അധികം കൂടുതൽ ഓടിക്കാലോ വേണമെങ്കിൽ. അതായത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോലെ ഗ്രൂപ്പുകൾ മുഴുവൻ ഫ്രീ ടിക്കറ്റ് വേണോ, ഫ്രീ ടിക്കറ്റ് വേണോ, ഇതാ ചോദിക്കുന്നത്. നന്ദി, നമസ്കാരം.